പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 8ാം ക്ലാസ് ഫിഖ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗം ഏതാണ്, മോഡൽ ചോദ്യപേപ്പർ ഏത് രൂപത്തിൽ എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. ആദ്യം നമ്മൾ മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തത് വഫിക്ക് ചേരുംപടി ചേർക്കാനാണ്. വളരെ പ്രധാനപ്പെട്ട വിശാലമായ അർത്ഥമുള്ള 7 ചോദ്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഉത്തരം ഇപ്പുറത്തുനിന്ന് നമുക്ക് തിരഞ്ഞെടുക്കണം. ഒന്നാമത്തെ നിങ്ങൾ നോക്കൂ, അൽ അഖീഖത്തു ഷറഅൻ. ഷറഇൽ ഇസ്ലാമിൽ അഖീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അഖീഖത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രസവിച്ച കുട്ടീൻ്റെ പേരിൽ നമ്മൾ മുടിയാഴ്ചയിൽ നടത്തുന്നുണ്ടല്ലോ, അറിവ് നടത്തിയിട്ട്, അതാണ് ഈ അഖീഖത്ത്. ഇസ്ലാമിലെ അഖീഖത്ത് എന്ന് പറഞ്ഞാൽ, മുടിയാഴ്ചയിൽ എന്ന് പറയുന്നത് എന്താണ്? മാ യുദ്ബഹു, അറുക്കപ്പെടുന്ന ഒന്നാണ്. ഇന്ദ ഹൽക്കി ഷെയ്രിൽ മൗലൂദി, പ്രസവിച്ച കുട്ടിയുടെ മുടി കളയുമ്പോൾ അറുക്കപ്പെടുന്ന ഒന്നിനാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. ഒന്നുകൂടെ, പ്രസവിച്ച കുട്ടിയുടെ മുടി കളയുമ്പോൾ അറുക്കുന്ന ജീവി ഉണ്ടല്ലോ, ആ അറുക്കുന്ന ഒന്ന്, ജീവി ആടാവട്ടെ മാടാവട്ടെ ഏതാവട്ടെ, ആ ഒന്നിനാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തത് നെദർ മുജാസാത്തിനോട് യോജിച്ചത് എന്താണ്? ആ നെദറുൽ മുഅല്ലഖു ബിഷൈഇൻ എന്നതാണ്. നേർച്ച വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണുന്നില്ലേ, നേർച്ച 2 തരമുണ്ട്. നെദർ തബറുറുണ്ട്, അതുപോലെ തന്നെ ലജാജുണ്ട്. ഈ നെദർ തബറുർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള അടുപ്പവും ഗുണത്തെയും തേടിയുള്ള നേർച്ചക്കാണ് നമ്മൾ നെദർ തബറുർ എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ അപ്പുറത്ത് വരുന്നത് നെദർ ലജാജാണ്. പേര് കൃത്യമായി പഠിച്ചു വെച്ചോളൂ, നെദർ ലജാജ്. തമാദി അലൽ ഹുസൂമ, തർക്കത്തിലേക്ക് വലിച്ചു വീഴ്ത്തുന്ന നേർച്ചയാണ് ഈ ലജാജ്. അത് കറാഹത്താണ്. എന്നാൽ നെദർ തബറുറോ സുന്നത്തുമാണ്. നെദർ തബറുർ സുന്നത്താണ്. തർക്കത്തിലേക്ക് വലിച്ചു വീഴ്ത്തുന്ന നേർച്ച ഇടങ്ങേറിൻ്റെ നേർച്ചയാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിൻ്റെ വിധി കറാഹത്തുമാണ്. ഇനി ഈ നെദർ തബറുർ 2 ഐറ്റുണ്ട്. ഒരു വസ്തുവിനോട് ബന്ധിച്ചിട്ട്, ഇപ്പോൾ നിങ്ങളെനിക്ക് പൈസ തന്നാൽ ഞാൻ പള്ളിയിലേക്ക് 100 രൂപ നേർച്ചയാക്കും, അല്ലെങ്കിൽ എനിക്ക് ഒരു ഐഫോൺ കിട്ടിയാൽ ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിക്ക് 100 രൂപ കൊടുക്കും. ഇനി ഒന്നും വേണ്ട, ഞാൻ എൻ്റെ നാട്ടിലേക്ക് 100 രൂപ കൊടുക്കാൻ നേർച്ചയാക്കി. അത് ഒന്നിനെയും ബന്ധപ്പെടുത്താതെ ഉള്ളതാണ്. ഐഫോൺ കിട്ടിയാൽ എന്ന് പറഞ്ഞ് ബന്ധപ്പെടുത്തുന്നത് നെദർ മുജാസാത്താണ്. മറ്റതിന് പേരില്ല. നെദർ മുജാസാത്ത് എന്ന് പറയുന്നത് ഒന്നിനോട് ബന്ധപ്പെടുത്തിയുള്ള നേർച്ചക്കാണ് നെദർ മുജാസാത്ത് എന്ന് പറയുന്നത്. ബന്ധപ്പെടുത്താതെയുള്ളതിനിക്ക് പേരില്ല. അപ്പോൾ ഇതാണ് നേർച്ചയുടെ വിശദീകരണം. ഒരു തവണ കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു തവണ കൂടെ കേട്ട് കൃത്യമായി പഠിച്ചു വെച്ചോളൂ. നേർച്ച എത്ര തരമുണ്ട്, തബറുർ എന്താണ്, ലജാജ് എന്താണ്, ലജാജിൻ്റെയും തബറുറിൻ്റെയും വിധി എന്താണ്, നെദർ മുജാസാത്ത് എന്താണ് എന്നൊക്കെ, തബറുർ എത്ര ഇനമുണ്ട്, കൃത്യമായി പഠിച്ചാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഇനി പറയുമ്പോൾ വേഗം മനസ്സിലാകും. നെദർ മുജാസാത്ത് എന്ന് പറയുന്നത് അന്നദുറുൽ മുഅല്ലഖു ബിഷൈഇൻ, വല്ല വസ്തുവിനെയും ബന്ധപ്പെടുത്തി നേർച്ചയാക്കലാണ്. ഇനി അടുത്തത് മൂന്നാമത്തത് നെദർ തബറുർ. നെദർ തബറുർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാ യുത്ലബു ബിഹി അൽ ബിർറു വ തഖർറുബു ഇലല്ലാഹി തആല, ഗുണത്തെയും അള്ളാഹുവിൻ്റെ സാമീപ്യത്തെയും പ്രതീക്ഷ തേടിക്കൊണ്ടുള്ള നേർച്ചയാണ്. ഇനി ലജാജ്, 4ാമത്തത് ലജാജിനോട് യോജിച്ചത് എന്താണ്? തമാദി ബിൽ ഹുസൂമ, തർക്കത്തിൻ്റെ മേൽ അവലംബിച്ച് വരുന്നതാണ് നെദർ ലജാജ്. ഇനി 5ാമത്തത് അൽ വദജാനി. വദജാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഓർത്ത് വെക്കണേ, പഠിച്ചു വെക്കണം. ഇർക്കാനി ഫി സുഫത്തിൽ ഉനക്കി, പെരടിയുടെ 2 ഭാഗത്ത് വരുന്ന ഞരമ്പാണ്. ഒന്നുകൂടെ പറയുന്നു, പെരടിയുടെ 2 വശത്തായി വരുന്ന ഞരമ്പുകൾക്കാണ് എന്തെന്ന് പറയുന്നത്? വദജാനി എന്ന് പറയുന്നത്. ഇനി 6 അൽ മരീ. മരീ എന്ന് പറഞ്ഞാൽ എന്താണ്? മരീ എന്ന് പറഞ്ഞാൽ മജ്റ ത്വാമി വശറാബി, അന്നപാനീയങ്ങൾ നടക്കുന്ന കുടൽ, അന്നനാളം എന്ന് പറയില്ലേ, അന്നപാനീയങ്ങൾ നടക്കുന്ന കുടലിനാണ് ഏത് പറയുന്നത്? മരി എന്ന് പറയുന്നത്. 7ാമത്തത് അൽ മഖ്റജുൻ നഫസ്, ശ്വാസനാളം എന്താണ് അതിൻ്റെ അറബി? അൽ ഹുൽക്കൂം. ഹുൽക്കൂം എന്നതാണ് ശ്വാസനാളത്തിന് അറബിയിൽ പറയുക. അതുതന്നെ നേരെ തിരിച്ചും ചോദിക്കാം. ഹുൽക്കൂം എന്ന് പറഞ്ഞാൽ അൽ മഖ്റജുൻ നഫസ്, ശ്വാസം നടക്കുന്ന സ്ഥലമാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി 2ാമത്തത് ഉക്തുബുൽ ഇസ്നൈൻ, 2 എഴുതാനാണ്. വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ട് നല്ല നല്ല വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. അവസാനം നന്ദി അറിയിച്ച് താങ്ക്സോ ആമീനോ അൽഹംദുലില്ലയോ കമൻറ്റിലൂടെ അറിയിക്കുക.
ഒന്നാമത്തത് മാ യഹ്റുമു അക്ലുഹു മിനൽ ഹയവാനിൽ ബരിയെ, കരയിലുള്ള തിന്നാൻ പറ്റാത്ത ജീവികൾ അത് മൃഗങ്ങളാവട്ടെ പക്ഷികളാവട്ടെ അവറ്റകളെ രണ്ടെണ്ണത്തിൻ്റെ പേരാണ് അസദ്, കിർദ്, സക്ർ, തോഊസ്, ഹിദത്ത്, ബൂമ്, ദുറത്ത്, ഉറാബ്. സിംഹം, കരടി, മയില്, പ്രാപിടിയൻ, പരുന്ത്, മൂങ്ങ, തത്ത, കാക്ക ഇവറ്റകളൊന്നും തിന്നാൻ പറ്റാത്തതാണ്. അതിൻ്റെയൊക്കെ അറബി കൂടെ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാ യഹില്ലു അക്ലുഹു മിനൽ ഹയവാനിൽ ബരിയെ, കരയിൽ തിന്നാൻ പറ്റുന്ന 2 ജീവികൾ അല്ല ആട്, മാട്, ഒട്ടകം എഴുതാം. ഖൈല് കുതിര പറ്റും, ബക്കർ പശു പറ്റും, വഷ് കാട്ടുപശു പറ്റും, ഹിമാർ കഴുത പറ്റും, ലബി മാനിനെ തിന്നാം, ലബ് ഉടുമ്പിനെ തിന്നാം, അർണബ് മുയലിനെ തിന്നാം, സാലബ് കുറുനരിയെ, സിഞ്ചാബ് മലയണ്ണാൻ ഇവറ്റകളൊക്കെ തിന്നാൻ പറ്റും. 3-മത്തത് മാ യുസന്നു ആക്കിബൽ വിലാദത്തി, പ്രസവിച്ച ഉടനെ സുന്നത്തുള്ള കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണമാണ്. അയ്യു അദ്ദീന, ബാങ്ക് വിളിക്കുക. വ യക്റ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. വ ആയത്തും ഓതുക. ആയത്ത് ഏതാണ് എന്നുള്ളത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഫി ഉദ്ഹിനിയിൽ യുംന, അതൊക്കെ വലത്തെ ചെവിയിലാണ്. ആയത്തും ഇഖ്ലാസും അതുപോലെ ഇന്നി ഒഴീദുഹാ ബിക വ ദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്നാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതാണ് ആ ആയത്ത്. അപ്പോൾ ഇതൊക്കെ വലത്തെ ചെവിയിലും. വ യുഖീമ ഫി ഉദ്നിഹിൽ യുസ്ര എന്ന് പറഞ്ഞാൽ ഇടത്ത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കുക. 4 മാ യുസ്തഹബു ഇന്ദ ദബ്ഹി, അറവിൻ്റെ സമയത്ത് സുന്നത്തുള്ള കാര്യങ്ങൾ. തസ്മിയത്തു, ബിസ്മി ചൊല്ലുക. വസ്സലാത്തു അലൻ നബി, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. വ ഇസ്തിഖ്ബാലിൽ കിബില, കിബിലയിലേക്ക് മുന്നിടിക്കുക. വ തൗജീഹു ദബീഹത്തി ഇലൈഹ, അറക്കുന്ന മൃഗത്തിനെ അതിലേക്ക് മുന്നിടിയിക്കുക. അപ്പം മൃഗത്തിനെ കിബിലയിലേക്ക് മുന്നിടിയിക്കുക, അറക്കുന്ന ആൾ കിബിലക്ക് മുന്നിടുക. വ തെക്ബീറു ചൊല്ലുക. വ ദുആഉ, സ്വീകരിക്കാനുള്ള പ്രാർത്ഥന. പടച്ചോനെ, ഇത് ഞാൻ അറക്കുന്ന മൃഗമാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ കുട്ടിയുടെ മേലുള്ള ഹക്കീക്കത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് സ്വീകരിക്കാനുള്ള ഒരു പ്രാർത്ഥന ആ ഘട്ടങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട്. ആ പ്രാർത്ഥന അതും സുന്നത്താണ്. ഇനി 3-മത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. യതഅക്കദു ഇക്സാറു ദിക്രിൽ മൗത്തി അലാമൻ, ആരുടെ മേലിലാണ് മരണത്തിനെ ഓർക്കുന്നതിനെ അധികരിപ്പിക്കൽ ശക്തമായ സുന്നത്താകുന്നത്. അലാ കുല്ലി മുക്കല്ലഫിൻ, പ്രായപൂർത്തി എത്തിയ എല്ലാവരുടെ മേലിലും മരണത്തിനെ ഓർക്കുന്നതിനെ അധികരിപ്പിക്കൽ ശക്തമേറിയ സുന്നത്താണ്. 2 തുക്റഹു ഇതാലത്തുൽ മുക്സി ഇന്ദൽ മരീലി മത്ത, രോഗിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കുറേ നേരം നിൽക്കുക. ഇത് കറാഹത്താകും എപ്പോൾ എന്നതാണ്. തുക്റഹു കറാഹത്താണ്. ഇതാലത്തുൽ മുക്സി ഇന്ദൽ മരീലി, രോഗിൻ്റെ അടുത്ത് പോയി നിൽക്കൽ കറാഹത്താണ്. മാലം യഫ്ഹം മിൻഹു അർഅബത ഫീഹ, നമ്മൾ അവിടെ കുറേ നേരം നിൽക്കുന്നതിൽ അവനിക്കൊരാഗ്രഹമൊന്നുമില്ല, ആഗ്രഹത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല എങ്കിൽ അവിടെ നിൽക്കൽ എന്താണ്? കറാഹത്താണ്. നേരെ മറിച്ച് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ പറയും, നീ പോവല്ലേട്ടോ, നീ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ എനിക്കെന്തോ ആശ്വാസമുണ്ട്, നീ പോവല്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാം. അല്ലെങ്കിൽ വേഗം പോരാതിരിക്കൽ കറാഹത്താണ്. 3-മത്തത് അശ്ശഅറു സാക്കിത്തു മിനൽ മയ്യിത്തി മാദാ യുഫ്അലു ബിഹി, മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ വീണുപോയിട്ടുള്ള മുടികൾ എന്താണ് ചെയ്യേണ്ടത്? വ യുറദ്ദു ഷഅറു സാക്കിത്തു മിനൽ മയ്യിത്തി ഇലാ കഫനിഹി ലിയുദ്ഫന മഅഹു, ആ മുടിയൊക്കെ എടുത്ത് കഫൻ ചെയ്യുക, കഫൻ പുടവയിൽ വെക്കുക. എന്തിനു വേണ്ടിയാണ്? എല്ലാം കൂടെ കബറടക്കുന്നതിന് വേണ്ടി, അതിനോടുകൂടെ തന്നെ കബറടക്കം നടത്തുന്നതിന് വേണ്ടി മയ്യത്തിൻ്റെ കഫൻ പുടവയിൽ തന്നെ അത് വെക്കുക. 4-മത്തത് അക്കല്ലുൽ കഫനി മാഹുവ, കഫൻ പുടവയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് എത്രയാണ്? ഏറ്റവും കുറഞ്ഞത് സൗബുൻ, ഒരു വസ്ത്രം. യസ്തുറു ജമീ അൽ ബദനി, ശരീരം മുഴുവൻ മറക്കുന്ന ഒരു വസ്ത്രമാണ്. 3 കഫൻ പുടവയാണ് കൂടിയത്, അതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 1. 5-മത്തത് വലി സ്വലാത്തി അലൽ മയ്യത്തി ഷർത്താനി മഅ ഷുറൂത്തി സായിരി സ്വലാത്തി മാഹുവ, മയ്യത്ത് നിസ്കാരത്തിനിക്ക് മറ്റു സാധാ നിസ്കാരങ്ങൾക്കുള്ള ഷർത്തിനോടുകൂടെ തന്നെ, അഥവാ ഉളു എടുക്കണം, ഔറത്ത് മറക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കിബിലക്ക് മുന്നിടണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഷർത്തിനോടുകൂടെ പ്ലസ് 2 ഷർത്തും കൂടെ മയ്യത്ത് നിസ്കാരത്തിന് വരുന്നുണ്ട്. അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 5ഉം 2ഉം 7 ഉണ്ടാവും. അതിൽ ആ 2 ഏതാണ്? എക്സ്ട്രാ വരുന്ന 7. 1 തഖദ്ദുമു തുഹ്രിൽ മയ്യത്തി, മയ്യത്തിൻ്റെ ശുദ്ധി മുന്തണം, അഥവാ മയ്യത്തിനെ കുളിപ്പിച്ചിരിക്കണം. പിന്നെ അദമു തഖദ്ദുമി അലൽ മയ്യത്തിൽ ഹാലിരി,
ഹാദിറായ സ്ഥലത്തുള്ള മയ്യത്താണെങ്കിൽ ആ മയ്യത്തിനേക്കാളും നമ്മൾ മുമ്പിലാവാൻ പാടില്ല. മയ്യത്താണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്, നമ്മൾ ബാക്കിലുമാണ് നിൽക്കേണ്ടത്. അല്ലെങ്കിൽ മയ്യത്തിനെ ബാക്ക് കൊണ്ടു നിർത്തിയിട്ട് നമ്മൾ മുമ്പ് നിസ്കരിച്ചുകൊണ്ട് നിസ്കാരം ശരിയാവുകയില്ല. ഇത് രണ്ടും പുറമേ എക്സ്ട്രാ വരുന്ന 2 ഷർത്തുകളാണ്. ഇനി അടുത്തത് നാലാമത്തത് പൂർത്തിയാക്കാനാണ്. അതിലൊന്നാമത്തത് അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്നുള്ളതാണ്. മയ്യത്ത് നിസ്കാരത്തിൻ്റെ 4ാം തക്ബീറിന് ശേഷം നിർബന്ധമായിട്ട് ചെല്ലാനില്ലെങ്കിലും സുന്നത്തായിട്ട് ഇത് ചെല്ലണം എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. 2 വാഫിരി സുബ്ര അല കുലൂബിഹിമ വലാ തഫ്തിൻ ഹുമാ ബഅദഹു വലാ തഹരിം ഹുമാ അജ്റഹു എന്നുള്ളതാണ്. കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന, മയ്യത്ത് നിസ്കാരത്തിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണിത്. അതിൻ്റെ ബാക്കി അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത് വമിൻഹ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, 3 പിടി മണ്ണ് വാരിയിടുമ്പോൾ മിൻഹാ ഖലഖ്നാക്കും വഫീഹ നുഈദുക്കും വമിൻഹ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, 3ാമത്തെ പിടിയിലാണ് ചെല്ലാൻ ഇതുള്ളത്. നാലാമത്തത് അഅ്ലമല്ലാഹു അജ്റക വഹ്സന ഗസാഅക വഅഫറലി മയ്യത്തിക, മയ്യത്തിൻ്റെ കൈ പിടിച്ച് പറയാനുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 5ാമത്തത് കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ കുബൂരി, ഞാൻ നിങ്ങളോട് ആദ്യം നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യരുത്, ഖബർ സന്ദർശനം നടത്തരുത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സന്ദർശിക്കാൻ പറയുന്നു. ഫസൂറുഹ, നിങ്ങൾ സന്ദർശിച്ചോളൂ. ഫൈനഹ തുദക്കിറുൽ ആഹിറ, അത് നിങ്ങൾ ആഖിറത്തിൻ്റെ കാര്യത്തെ ഓർമ്മിപ്പിക്കും. ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ എനിക്കും ഇങ്ങനെ മരിക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് നിസ്കരിക്കണം, നോമ്പെടുക്കണം എന്നൊക്കെ തോന്നൽ ആഖിറത്തിൻ്റെ ചിന്ത ഉണ്ടാക്കിത്തരും. ഇനി 5 വ്യക്തമാക്കാനാണ്. അതിലൊന്ന് മഅന നഫ്ഇൽ മയ്യത്തി ബി സ്വദഖത്തി, മയ്യത്തിന് നമ്മൾ എന്തെങ്കിലും മയ്യത്തിൻ്റെ പേരിൽ സ്വതക്ക ചെയ്യുമ്പോൾ അതിന് ഉപകാരം കിട്ടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ സദക്ക ചെയ്തതിൻ്റെ കൂലി മയ്യത്തിന് കിട്ടും എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അന്നഹു യസീറു ക അന്നഹു തസദ്ദക്ക, അവിടെ മയ്യത്ത് സദക്ക ചെയ്ത പോലെയാകും. ഇപ്പം മയ്യത്ത് സദക്ക ചെയ്താൽ മയ്യത്തിന് കൂലി കിട്ടൂലേ, അതുപോലെയാണ് മയ്യത്തിൻ്റെ പേരിൽ ചെയ്യുമ്പോൾ അത് മയ്യത്ത് ചെയ്യുന്ന പോലെ തന്നെയാകും. ഇനി അടുത്തത് അൽ ഉലുഹിയത്തു, ഉലുഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയ മാ യുദ്ബഹു മിനൻ നഅമി, ആടുമാട് ഒട്ടകത്തിൽ നിന്ന് അറുക്കപ്പെടുന്നതാണ്. തഖറുബൻ ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് ആരാധനയുടെ ഭാഗമായി. യോമൽ ഈദിൽ അക്ബർ, പെരുന്നാൾ ദിവസമോ അയ്യാമു തശ്രീക്ക്, അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങളിലോ ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിലേക്ക് അറുക്കപ്പെടുന്നതാണ് ഉലുഹിയത്ത്. മൂന്നാമത്തത് അൽ അഖീഖത്തു ഫിൽ ലുഅത്തി, ലുഅത്ത് ഭാഷ അർത്ഥത്തിൽ അക്കീക്കത്തിൻ്റെ അർത്ഥം എന്താണ്? അക്കീക്കത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അശ്ശഅറുല്ലദി അലാ റഅസിൽ മൗലൂദി ഇന്ദ വിലാദത്തിഹി, പ്രസവിച്ച കുട്ടി പ്രസവിക്കുന്ന സമയത്ത് അവൻ്റെ തലയുടെ മേലുള്ള മുടിക്കാണ് ഭാഷാ അർത്ഥത്തിൽ അക്കീക്കത്ത് എന്ന് പറയുന്നത്. ഇനി ഉക്തുബ് മാന, അർത്ഥം എഴുതാനാണ്. സിയാക്ക്, അതുപോലെ തന്നെ ജരീദ, കുബാലത്ത്, ഖൽറാ, 4 വാക്കിൻ്റെ അർത്ഥം അവിടെയുണ്ട്, നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പൂരിപ്പിക്കാൻ അല്ലുലാമു മുർത്തഹിനുൻ ബി അഖീഖത്തിഹി തുദ്ബഹു അൻഹു ഫി യൗമി സാബിഹി വയുഹ്ലകു റൗസുഹു വയുസമ്മ, കുട്ടി പണയത്തിലാണ്, അവൻ്റെ അഖീഖത്ത് അറുക്കുന്നതോടുകൂടെയാണ് പണയത്തിൽ നിന്ന് ഒഴിവാകുന്നത്. പ്രസവിച്ച് 7ാം ദിവസം അവൻ്റെ പേരിൽ അറവ് നടത്തണം, അവൻ്റെ തല മുണ്ടനം ചെയ്യണം, മുടി നീക്കം ചെയ്യണം, അവനിക്ക് പേര് വിളിക്കപ്പെടണം. ഇതാണ് അതിൻ്റെ ആശയം. ഹദീസുകളുണ്ട്, ആയത്തുകളുണ്ട്, അതുപോലെ തന്നെ വിധികളുണ്ട്, മയ്യത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. എല്ലാം ഉൾപ്പെടുത്തി നല്ല രൂപത്തിൽ പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്കുണ്ടാവട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും എല്ലാ വിഷയത്തിലും അള്ളാഹു ഉന്നതമായ വിജയം നൽകട്ടെ. ആമീൻ.